First question. Sin x by sin of x minus a dx. അപ്പം ഡിനോമിനേറ്ററിൽ അതേ ടേം ന്യൂമിനേറ്ററിൽ ഉണ്ടാക്കുക. ഈ ടൈപ്പ് നമ്മൾ ചെയ്തതാണ്. അപ്പോൾ എക്സ് മൈനസ് എ പ്ലസ് എ, അപ്പോൾ ഇത് എക്സ് എൻ ആയി. അപ്പോൾ ഡിനോമിനേറ്ററിൽ അതേ ഒരു മോഡൽ ഉണ്ടാക്കുകയാണ്. എക്സ് മൈനസ് എ പ്ലസ് എ എന്ന് എഴുതുക ബൈ സൈൻ ഓഫ് എക്സ് മൈനസ് എ ഡി എക്സ്. ഇത് സൈൻ ഓഫ് എ പ്ലസ് ബി മോഡലാണ്. ഓക്കെ, സൈൻ ഓഫ് എ പ്ലസ് ബി, സൈന് കോസ് ബി പ്ലസ് കോസ് സൈൻ ബി ബൈ സൈൻ ഓഫ് എക്സ് മൈനസ് എ ഡി എക്സ്. സെപ്പറേറ്റ് ചെയ്താൽ ക്യാൻസൽ ആവും. അപ്പോൾ കോസ് എ പ്ലസ് കോസ് ബൈ സൈൻ കോട്ട് എ, കോട്ട് എക്സ് മൈനസ് എ സൈൻ എ ഡി എക്സ്. കോസ് എ കോൺസ്റ്റൻ്റ് ആണ്, പുറത്തെടുത്താൽ കോസ് എ ഡി എക്സ് പ്ലസ് സൈൻ എ കോൺസ്റ്റൻ്റ് ആണ്, പുറത്തെടുത്താൽ കോട്ട് എക്സ് മൈനസ് എ ഡി എക്സ്. കോസ് എ ഇൻറ്റു ഡി എക്സിൻ്റെ ഇൻ്റഗ്രൽ എക്സ് പ്ലസ് സൈൻ എ, സൈൻ എ ഇൻറ്റു കോട്ട് എക്സ് മൈനസ് എ, കോട്ട് എക്സ് കോസ് എക്സ് ബൈ സൈൻ എക്സ് ലോഗ് മോഡ് സൈൻ എക്സ്, ലോഗ് മോഡ് സൈൻ എക്സ് മൈനസ് എ പ്ലസ്. സിമ്പിൾ ക്വസ്റ്റ്യൻ, ക്ലിയർ ആയി എന്ന് വിചാരിക്കും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. അടുത്തത് ഇൻ്റഗ്രൽ ഇ റേസ് ടു 5 log x, ഇ റേസ് ടു 4 log x, ഇ റേസ് ടു 3 log x, ഇ റേസ് ടു 2 log x dx. ഇനി ഈ പുറമുള്ളത് ഡൊമൈൻ്റെ പവറിലേക്ക് എടുക്കാം. ലോഗിൽ ലോഗ് എക്സ് റേസ് ടു 5, ലോഗ് എക്സ് റേസ് ടു 4, ലോഗ് എക്സ് റേസ് ടു 3, ലോഗ് എക്സ് സ്ക്വയർ. അപ്പോൾ ഇപ്പോൾ എം ലോഗ് എക്സ് എന്നാണെങ്കിൽ ലോഗ് എക്സ് റേസ് ടു എം എന്ന് എഴുതാം. ഇനി അടുത്ത് ഇ റേസ് ടു ലോഗ് സംതിങ്, ലോഗ് തീറ്റ എന്നാണെങ്കിൽ ആൻസർ തീറ്റ എന്ന് എഴുതാം. അപ്പോൾ ഇ റേസ് ടു ലോഗ് എക്സ് റേസ് ടു 5, അപ്പോൾ ആൻസർ എക്സ് റേസ് ടു 5, എക്സ് റേസ് ടു 4, എസ് ക്യൂബ് എസ് സ്ക്വയർ ഡി എക്സ്. ക്ലിയർ ആയെന്ന് വിചാരിക്കും. ഇതിന്ന് എക്സ് സ്ക്വയർ കോമൺ എടുത്താൽ എസ് ക്യൂബ് മൈനസ് എക്സ് സ്ക്വയർ, എസ് ക്യൂബ് മൈനസ് എസ് സ്ക്വയർ ഡി എക്സ് എന്ന് വരും. എസ് ക്യൂബ് മൈനസ് എക്സ് സ്ക്വയർ ക്യാൻസൽ ചെയ്താൽ എസ് സ്ക്വയർ ഡി എക്സ്. സിമ്പിളായിട്ട് ആൻസർ എസ് ക്യൂബ് ബൈ 3 പ്ലസ് സി. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ, എസ് ക്യൂബ് ബൈ 3 പ്ലസ് സി. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. Integral cos x by root 4 minus sin square x dx. Sin x-ന് t എന്ന് കൊടുത്താൽ അതിൻ്റെ ഡെറിവേറ്റീവ് cos x dx dt എന്നോ. അപ്പോൾ dt by root 4 minus t square.
ഇത് 1/a² മൈനസ് x² മോഡലാണ്. ഇൻ്റഗ്രൽ dt/dx/√a² മൈനസ് x² മോഡൽ. സൈൻ ഇൻവേഴ്സ് x/a പ്ലസ് c. അപ്പോൾ സൈൻ ഇൻവേഴ്സ് t/2 പ്ലസ് c. സൈൻ ഇൻവേഴ്സ് സൈൻ x/2 പ്ലസ് c. ക്ലിയർ ആയെന്ന് വിചാരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. അടുത്തത് integral sin raised to 8x cos raised to 8x by 1 minus 2 sin square x cos square x dx. ഈ അടിയിലുള്ളതിനെ നമുക്ക് നോക്കാം. സൈൻ സ്ക്വയർ എക്സ് പ്ലസ് കോസ് സ്ക്വയർ എക്സ് ദ ഹോൾ സ്ക്വയർ എന്താ? a² എന്താണ്? സൈൻ റൈസ് ടു 4x പ്ലസ് 2ab 2 സൈൻ സ്ക്വയർ എക്സ് കോസ് സ്ക്വയർ എക്സ് പ്ലസ് b² കോസ് റൈസ് ടു 4x. അപ്പോൾ ഇത് എന്ന് പറഞ്ഞാൽ സൈൻ സ്ക്വയർ എക്സ് പ്ലസ് കോസ് സ്ക്വയർ 1 ആണ്. അപ്പോൾ 1 സ്ക്വയർ ഈക്വൽ ടു 4x 2 സൈൻ സ്ക്വയർ എക്സ് കോസ് സ്ക്വയർ എക്സ് പ്ലസ് കോസ് റൈസ് ടു 4x. ഇപ്പം 2 സൈൻ സ്ക്വയർ എക്സ് കോസ് സ്ക്വയർ എക്സ് ഇങ്ങോട്ട് വന്നാൽ 1 മൈനസ് 2 സൈൻ സ്ക്വയർ എക്സ് കോസ് സ്ക്വയർ എക്സിനെ സൈൻ റൈസ് ടു 4x പ്ലസ് കോസ് റൈസ് ടു 4x എന്ന് എഴുതാം. ഓക്കെ, ഇപ്പോൾ ഫൈനലി സൈൻ റൈസ് ടു 8x മൈനസ് കോസ് റൈസ് ടു 8x ബൈ 1 മൈനസ് 2 സൈൻ സ്ക്വയർ എക്സ് കോസ് സ്ക്വയർ എക്സിനെ സൈൻ റൈസ് ടു 4x പ്ലസ് കോസ് റൈസ് ടു 4x എന്ന് എഴുതാം. ഇത് a² മൈനസ് b² മോഡലാണ് എന്ന് വിചാരിച്ചാൽ a പ്ലസ് ബി ഇൻറ്റു a മൈനസ് ബി മോഡൽ എഴുതാം. സൈൻ റൈസ് ടു 4x പ്ലസ് cos raised to 4x into sin raised to 4x minus cos raised to 4x. a plus b into a minus b. a² minus b square. അപ്പോൾ sin raised to 8x minus cos raised to 8x എന്ന് കിട്ടും. ആ ഒരു ഐഡിയൽ ഏരിയ by sin raised to 4x plus cos raised to 4x dx. ഇത് രണ്ടും ക്യാൻസൽ ചെയ്താൽ ബാക്കി സൈൻ റൈസ് ടു 4x കോസ് റൈസ് ടു 4x dx എന്ന് കിട്ടും. ഇത് വീണ്ടും a² മൈനസ് b² മോഡൽ മാറ്റിയാൽ സൈൻ സ്ക്വയർ എക്സ് പ്ലസ് കോസ് സ്ക്വയർ എക്സ് ഇൻറ്റു സൈൻ സ്ക്വയർ എക്സ് മൈനസ് കോസ് സ്ക്വയർ എക്സ് ഡി എക്സ് എന്ന് കിട്ടും. a പ്ലസ് ബി ഇൻറ്റു a മൈനസ് ബി. ഓക്കെ, a² മൈനസ് b². സൈൻ സ്ക്വയർ എക്സ് പ്ലസ് കോസ് സ്ക്വയർ എക്സ് 1 ആണ്. 1 ഇൻറ്റു സൈൻ സ്ക്വയർ എക്സ് മൈനസ് കോസ് സ്ക്വയർ എക്സ് ഡി എക്സ്. ഒരു നെഗറ്റീവ് കോമൺ എടുത്താൽ കോസ് സ്ക്വയർ എക്സ് മൈനസ് സൈൻ സ്ക്വയർ എക്സ് ഡി എക്സ് എന്ന് വരും. എന്തുകൊണ്ടെന്ന് വെച്ചാൽ കോസ് സ്ക്വയർ എക്സ് മൈനസ് സൈൻ സ്ക്വയർ എക്സ് എന്ന് പറഞ്ഞാൽ സൈൻ 2 കോസ് 2x ആണ്. അത് കോസ് 2xൻ്റെ ഇക്വേഷൻ ആണ്.
ഓക്കെ, ഈക്വൽ ടു മൈനസ് കോസ് 2x ഇൻ്റഗ്രൽ സൈൻ 2x ബൈ 2 പ്ലസ്. ക്ലിയർ ആയി എന്ന് വിചാരിക്കും. സിമ്പിൾ ക്വസ്റ്റ്യൻ, കാര്യം മനസ്സിലായ വളരെ ഈസിയാണ്. ഓക്കെ, അപ്പോൾ ഇതും കഴിഞ്ഞു. ഈ ക്വസ്റ്റ്യൻ മനസ്സിലായെന്ന് വിചാരിക്കും. ഞാൻ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകും. e raised to x by 1 plus e raised to x into 2 plus e raised to x dx. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. e raised to xന് t എന്ന് കൊടുക്കാം. അപ്പോൾ അതിൻ്റെ ഡെറിവേറ്റീവ് e raised to x dxന് dt എന്നാവും. അപ്പോൾ ഈ ഇൻ്റഗ്രൽ e raised to x dx dt ബൈ ടി പ്ലസ് 1, e raised to xന് ടി എന്ന് കൊടുത്താൽ ടി പ്ലസ് 1 ഇൻറ്റു ടി പ്ലസ് 2. ഇത് ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് ചെയ്യാം. 1 ബൈ ടി പ്ലസ് 1 ഇൻറ്റു ടി പ്ലസ് 2, എ ബൈ ടി പ്ലസ് 1, ബി ബൈ ടി പ്ലസ് 2. ക്രോസ് ചെയ്യുക. 1 ഈക്വൽ ടു എ ഇൻറ്റു ടി പ്ലസ് 2, ബി ഇൻറ്റു ടി പ്ലസ് 1. ബ്രാക്കറ്റ് 0 ആയി ടിക്ക് -2 കൊടുക്കുക. അപ്പോൾ 1 ഈക്വൽ ടു ഇത് 0 ആയി -2 പ്ലസ് 1 മൈനസ് ബി എന്ന് വരും. ബി -1. ടിക്ക് -1 കൊടുത്താൽ ഇത് 0 ആയി. ടിക്ക് -1 കൊടുത്താൽ -1 പ്ലസ് 2 1, എ ഈക്വൽ ടു 1 എന്നുമായി. അപ്പോൾ 1 ബൈ ടി പ്ലസ് 1 ഇൻറ്റു ടി പ്ലസ് 2ന് പകരം 1 ബൈ ടി പ്ലസ് 1 മൈനസ് 1 ബൈ ടി പ്ലസ് 2 എന്ന് എഴുതാം. 1 ബൈ ടി പ്ലസ് 1 മൈനസ് 1 ബൈ ടി പ്ലസ് 2 ഡി ടി. ഓക്കെ, അപ്പോൾ ലോഗ് മോഡ് ടി പ്ലസ് 1 ലോഗ് മോഡ് ടി പ്ലസ് 2 ഇതിൻ്റെ ഇൻ്റഗ്രൽ പ്ലസ് സി. ഇപ്പം ലോഗ് എ മൈനസ് ലോഗ് ബി ലോഗ് എ ബൈ ബി പ്ലസ് സി. ടീൻ്റെ ആൻസർ e raised to x ആണ്. പ്ലസ് 1 ബൈ e raised to x പ്ലസ് 2 പ്ലസ് സി. ഈ ഒരു സെറ്റ് ക്വസ്റ്റ്യനും കഴിഞ്ഞു. ഇനി അടുത്ത സെറ്റ് ക്വസ്റ്റ്യൻ ചെയ്യാം. കുറച്ച് നല്ല ക്വസ്റ്റ്യൻസ് അടുത്ത സെറ്റ് ചെയ്യാം. അടുത്ത് integral cos cube x into e raised to log sin x dx. Integral e raised to 3 log x into x raised to 4 plus 1 all raised to minus 1 dx. അടുത്തത് e raised to x into 2 plus sin 2x by 1 plus cos 2x dx.
ഇൻ്റഗ്രൽ റൂട്ട് എസ് സ്ക്വയർ പ്ലസ് 1 ലോഗ് എസ് സ്ക്വയർ പ്ലസ് 1 മൈനസ് 2 ലോഗ് എക്സ് ബൈ എക്സ് റേസ് ടു 4 ഡി എക്സ്. അടുത്ത ക്വസ്റ്റ്യൻ. പൈ ബൈ 2 to pi e raised to x into 1 minus sin x by 1 minus cos x dx. അടുത്ത് ഇൻ്റഗ്രൽ -1 to 1 x raised to 17 cos raised to 4x dx. അടുത്തത് 0 to 4 tan inverse 2x minus 1 by 1 plus x minus s square dx. Okay. ഇത് ഓരോന്ന് 1 by 1 ആയിട്ട് ചെയ്യാം. ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ വരുന്നത് cos cube x into e raised to log x sin x ആണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. e raised to log തീറ്റ എന്ന് പറഞ്ഞാൽ തീറ്റയാണ്. ആ ഒരു ഐഡിയയാണ് വേണ്ടിയുള്ളൂ. പിന്നെ സിമ്പിളായി e raised to log sin x sin x ആണ്. ഇനി cos xന് t എന്ന് കൊടുത്താൽ അതിൻ്റെ ഡെറിവേറ്റീവ് ഡി ടി എന്ന് വരും. അപ്പം അതിൽ നിന്ന് സൈൻ എക്സ് ഡി എക്സ് മൈനസ് ഡി ടി എന്നും വരും. അപ്പം ഇൻ്റഗ്രൽ ടി ക്യൂബ് സൈൻ എക്സ് ഡി എക്സ് മൈനസ് ഡി ടി. അപ്പം മൈനസ് ടി റേസ് ടു 4/4 പ്ലസ് ടി എന്ന് പറഞ്ഞാൽ കോസ് എക്സ് all raised to 4/4 plus. First question, okay. First question answer minus cos raised to 4x by 4 plus. Second question. First question clear ആയി എന്ന് വിചാരിക്കുന്നു. Second question. e raised to 3 log x. ഇതിനെ പവറിലേക്ക് എടുക്കാം. ലോഗ് എസ് ക്യൂബ് ഇത് 1/x raised to 4 plus 1. e raised to log തീറ്റ തീറ്റാണ്. അപ്പം എസ് ക്യൂബ് എക്സ് raised to 4 plus 1 dx. ഇതിൻ്റെ ഡെറിവേറ്റീവ് എക്സ് raised to 4 plus 1ന് ടി എന്ന് കൊടുത്താൽ അതിൻ്റെ ഡെറിവേറ്റീവ് 4s ക്യൂബ് ഡി എക്സിന് ഡി ടി എന്നാകും. എസ് ക്യൂബ് ഡി എക്സ് ഡി ടി ബൈ 4 എന്ന് വരും.
അപ്പോൾ dt/4/t അത് 1/4 log mod t plus c t x raised to 4 plus 1 plus c. അപ്പോൾ 1/4 log mod x raised to 4 plus 1 plus c. അടുത്ത ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. e raised to x into 2 plus sin 2x two plus sin 2x നെ 2 sin x cos x എഴുതാം. 1 plus cos 2x എന്ന് പറഞ്ഞാൽ 2 cos square x ആണ്. ഇത് സെപ്പറേറ്റ് ചെയ്യാം. 2/2 cos square x 1/cos square x 2 sin x cos x by 2 cos square x 2 2 ഒരു കോസും കോസും കട്ട് ചെയ്ത sin x by cos x e raised to x sec square x tan x. നമുക്കറിയാം integral e raised to x into f of x plus f dash x dx ഒരു ഫംഗ്ഷനും അതിൻ്റെ ഡെറിവേറ്റീവും കൂടെ ഉണ്ടെങ്കിൽ ആൻസർ e raised to x into f of x plus c എന്ന് എഴുതാം. e raised to x into ഒരു ഫംഗ്ഷൻ പ്ലസ് അതിൻ്റെ ഡെറിവേറ്റീവ് ആണെങ്കിൽ e raised to x into f of x plus c എന്ന് എഴുതാം. അപ്പോൾ ഇവിടെ e raised to x tan x plus c എന്ന് എഴുതാം. ഈ ക്വസ്റ്റ്യൻ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഇപ്പോൾ 3 എണ്ണം കഴിഞ്ഞു. നാല് ഇൻ്റഗ്രൽ root x square plus 1 log of s square plus 1 2 log x x raised to 4 dx. log of x square plus 1 ഈ 2 മുകളിലേക്ക് എടുത്താൽ log x square x raised to 4 dx. ഇത് log a minus log b ആണ്. log a minus log b എന്ന് പറഞ്ഞാൽ log a by b. ഓക്കെ, ഇനി ഇതിൽ നിന്ന് ഒരു എക്സ് സ്ക്വയർ റൂട്ടിൻ്റെ ഉള്ളിൽ നിന്ന് കോമൺ എടുത്താൽ പുറത്തോട്ടേക്ക് എക്സ് കിട്ടും. ബാക്കി പുറത്തോട്ട് എക്സ് ആവും. 1 plus 1 by x square by x raised to 4 log ഇത് സെപ്പറേറ്റ് ചെയ്ത് എസ് സ്ക്വയർ ബൈ എസ് സ്ക്വയർ 1 by x square സെപ്പറേറ്റ് ചെയ്ത 1 plus 1 by x square dx. അപ്പോൾ എക്സും എസ് ഫോർ റൈസ് ടു 4ഉം കട്ട് ചെയ്ത 1 by s cube 1 plus 1 by s square log
1 + 1/s² dx. ഇത്രയും നമുക്ക് കിട്ടും. ചെയ്ത് ആ ഒരു ലെവലിലേക്ക് നമുക്ക് വരും. ഇനി 1 + 1/s² t എന്ന് കൊടുത്താൽ അതിൻ്റെ ഡെറിവേറ്റീവ് ഇവിടെ രണ്ടും ആ ടേം ഉണ്ട്. 1ൻ്റെ 0 1/s² x⁻² അതിൻ്റെ ഡെറിവേറ്റീവ് -2 × x⁻³ dx എന്ന് വരും. അത് dt ആയിരിക്കും. അപ്പോൾ -2/s³ dx. നമുക്ക് 1/s³ dx ഉണ്ട്. 1/s³ dx എന്ന് പറഞ്ഞാൽ -dt/2 എന്നായിരിക്കും. ഓക്കെ, അതിൻ്റെ ബാക്കി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ 1/s³ dxന് -dt/2 1/2 dt റൂട്ട് 1 + 1/s² 1 + 1/s² √t log t. അപ്പോൾ -1/2 √t log t എന്ന് വരും. ഓക്കെ, ടി എന്ന് പറഞ്ഞാൽ √t എന്നാൽ t⁻1/2. അപ്പോൾ log t × t⁻1/2 dt. അപ്പോൾ ഇത് ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് ചെയ്യാം. അപ്പം -1/2 ഇൻറ്റു ഫസ്റ്റ് ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് t⁻3/2/3/2 മൈനസ് ഇൻ്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് 1/t ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് t⁻3/2/3/2. ഓക്കെ, അതിന് അത് 1 + 1/s² t എന്ന് കൊടുത്ത് ഇത് ഓർമ്മ വേണം. ഓക്കെ, -1/2 റെസിപ്രോക്കൽ എടുത്താൽ 2/3 log t × t⁻3/2 -2/3 റെസിപ്രോക്കൽ എടുത്താൽ 1/t t⁻3/2 കട്ട് ചെയ്താൽ t⁻1/2 dt -1/2 രണ്ടിന്ന് 2/3 കോമൺ എടുത്താൽ log t t⁻1/2 ഇൻ്റഗ്രൽ t⁻3/2 3/2 ലാസ്റ്റ് ഒരു c. 1 + 1/s² t ട്ടോ, ഓർമ്മ ഉണ്ടായാൽ മതി. 2 ക്യാൻസൽ -1/3 log t × t⁻3/2 റെസിപ്രോക്കൽ എടുത്ത 2/3 t⁻3/2 പ്ലസ് c. ഇത്രയും കിട്ടും. -1/3 ഇനി വേണമെങ്കിൽ t⁻3/2 കോമൺ എടുക്കാം. അപ്പോൾ log t -2/3 എന്ന് വരും പ്ലസ് c. അപ്പോൾ -1/3 t⁻3/2 log t -2/3 പ്ലസ് c. t എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുത്തിരുന്നത് 1 + 1/s² t എന്ന് കൊടുത്തത്. 1 + 1/s² -2/3 പ്ലസ് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. 1 + 1/s² -2/3 ഇത്രയും ക്വസ്റ്റ്യൻസ് റെഡിയായി എന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത സെറ്റിലോട്ട് പോകാം.
Fifth question. Pi by 2 to pi e raised to x into 1 minus sin x by 1 minus cos x dx. So pi by 2 to pi 1 2 sin square x by 2 pi by 2 to pi separate ചെയ്താൽ 1 by 2 sin square x by 2 sin x by 2 sin square x by 2 dx. Pi by 2 to pi e raised to x 1 by 2 1 by sin square x by 2 cosec square x by 2 minus sin x നെ 2 sin x by 2 cos x by 2 എന്ന് എഴുതാം by 2 sin square x by 2 pi by 2 to pi ഒരു 2ഉം 2ഉം ഒരു sin x by 2 sin x by 2 കട്ട് ചെയ്യാം half cosec square x by 2 minus cos x by 2 by sin x by 2 dx. Pi by 2 to pi e raised to f half cosec square x by 2 minus cot x by 2 dx. Okay. നമുക്കൊരു കാര്യം അറിയാം എന്ത് e raised to x into f of x plus f dash x dx എന്ന് പറഞ്ഞാൽ ഇന്റഗ്രലിന്റെ ആൻസർ എന്ന e raised to x into f of x plus c എന്നാണ് അപ്പോൾ മൈനസ് കോട്ട് എക്സ് ബൈ ടുവിൻ്റെ ഡെറിവേറ്റീവ് നോക്കാം നമുക്ക് ഡെറിവേറ്റീവ് ഓഫ് മൈനസ് കോട്ട് എക്സ് ബൈ ടു മൈനസ് കോട്ട് എക്സിൻ്റെ ഡെറിവേറ്റീവ് കൊസീക്ക് സ്ക്വയർ എക്സ് ബൈ ടു അല്ല മൈനസ് കോട്ട് എക്സിൻ്റെ ഡെറിവേറ്റീവ് മൈനസ് കൊസീക്ക് സ്ക്വയർ എക്സ് അപ്പോൾ മൈനസ് മൈനസ് പ്ലസ് കൊസീക്ക് സ്ക്വയർ ഇവിടെ എക്സ് ബൈ ടു ഇൻറ്റു എക്സ് ബൈ ടുവിൻ്റെ ഡെറിവേറ്റീവ് 1/2 അപ്പോൾ ഇതിൻ്റെ ഡെറിവേറ്റീവ് ആണ് ഇത് എഫ് ഓഫ് എക്സ് ആണെങ്കിൽ അതിൻ്റെ ഡെറിവേറ്റീവ് എഫ് ഡാഷ് എക്സ് ആണ് ഇത് അപ്പോൾ ഇതിൻ്റെ ആൻസർ നമുക്ക് ഡയറക്റ്റ് ചെയ്താൽ ഇ റൈസ് ടു എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ് പറഞ്ഞാൽ മൈനസ് കോട്ടെക്സ് ആണ് നമ്മൾ എഫ് ഓഫ് എക്സ് ആയിട്ട് എടുത്തത് അതിൻ്റെ ഡെറിവേറ്റീവ് ആണിത് ഓക്കെ ഇ റൈസ് ടു എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ് പ്ലസ് എഫ് ഡാഷ് എക്സ് ഡി എക്സ് മോഡൽ സി വേണ്ട ലിമിറ്റുള്ള കേസാണ് അപ്പോൾ 0 π/2 ടു പൈ അപ്പോൾ ഫൈനലി മൈനസ് ഇ റൈസ് ടു എക്സ് കോട്ട് എക്സ് ബൈ ടു ഇ റൈസ് ടു എക്സ് കോട്ട് എക്സ് ബൈ ടു കേട്ടോ ഇ റൈസ് ടു എക്സ് മൈനസ് കോട്ട് എക്സ് ബൈ ടു ഇതിൻ്റെ ഡെറിവേറ്റീവ് π/2 ടു പൈ ഇനി അതിന് ലിമിറ്റ് കൊടുക്കാം എന്താ അപ്പർ ലിമിറ്റ് മൈനസ് പുറത്തെടുക്കാം ഇ റൈസ് ടു പൈ കോട്ട് π/2 മൈനസ് ഇ റൈസ് ടു π/2 കോട്ട് π/2/2 π/4 ഇ റൈസ് ടു പൈ കോട്ട് π/2 0 cot π/4 1 0 minus e raised to π/2 plus e raised to π/2 അപ്പോൾ ഫൈനലി the answer is e raised to π/2 ഓക്കെ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു അടുത്ത ക്വസ്റ്റ്യൻ
minus 1 to 1 x raised to 17 cos raised to 4x dx. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് മൈനസ് എ ടു എ എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്ന് വരെയാണ് ഓഡ് ആണോ ഈവൺ ആണോ എന്ന് ആദ്യം ചെക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ എഫ് ഓഫ് എക്സ് എക്സ് റൈസ് ടു 17 കോസ് റൈസ് ടു 4x ഡി എക്സ്. അപ്പോൾ എഫ് ഓഫ് മൈനസ് എക്സ് മൈനസ് എക്സ് റൈസ് ടു 17 കോസ് ഓഫ് മൈനസ് എക്സ് ഓൾ റൈസ് ടു 4. സോറി, ഡി എക്സ് വേണ്ട കേട്ടോ, ഡി എക്സ് വേണ്ട, കൂടാതെ എഴുതി പോയതാണ്. എക്സ് റൈസ് ടു 17 കോസ് റൈസ് ടു 4x ഡി എക്സ്. അപ്പോൾ മൈനസ് എക്സ് റൈസ് ടു 17 കോസ് മൈനസ് എക്സ് മൈനസ് കോസ് മൈനസ് എക്സ് കോസ് എക്സ് ആണ്. മൈനസ് എക്സ് റൈസ് ടു 17 കോസ് റൈസ് ടു 4x. അപ്പോൾ ഇത് എന്ത് ഫംഗ്ഷനാണ്? എഫ് ഓഫ് മൈനസ് എക്സ് മൈനസ് എഫ് ഓഫ് എക്സ് എന്നാണ് കിട്ടുന്നത്. അപ്പോൾ എഫ് ഓഫ് എക്സ് ഈസ് ഓഡ് ഫംഗ്ഷൻ. എഫ് ഓഫ് എക്സ് എന്താണ്? ഓഡ് ഫംഗ്ഷൻ ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഓഡ് ഫംഗ്ഷൻ ആണെങ്കിൽ നേരെ ആൻസർ ഇതിൻ്റെ 0 എന്ന് എഴുതാൻ പറ്റും. എപ്പോൾ എഫ് ഓഫ് മൈനസ് എക്സ് മൈനസ് എഫ് ഓഫ് എക്സ് ആണെങ്കിൽ നേരെ ഇതിൻ്റെ ആൻസർ നമുക്ക് 0 എന്ന് എഴുതാം. വളരെ നല്ല ഉപകാരമുള്ളതാണ്. നേരെ ആൻസർ എഴുതാൻ പറ്റും 0. മനസ്സിലായി എന്ന് വിചാരിക്കും. 0 to 4 tan inverse 1 plus x minus x square dx. ഓക്കെ, നമുക്ക് ഇതിനെ x minus 1 minus x by 1 plus x into 1 minus x ഇങ്ങനെ എഴുതാൻ പറ്റും. 1 പ്ലസ് ഇതിൽ നിന്നൊരു കോമൺ എടുത്ത് x into 1 ആ ഒരു ഐഡിയയിൽ എഴുതാം. x minus 1 plus x, അപ്പോൾ 2x minus 1 മുകളിൽ കറക്റ്റായി. x minus x square. ഓക്കെ, ഇങ്ങനെ എഴുതാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ tan inverse x minus y by 1 plus xy ആ മോഡലിൽ അപ്പം എങ്ങനെ എഴുതി? x minus y by 1 plus xy, വൈൻ്റെ സ്ഥാനത്ത് 1 minus x എന്ന് ആലോചിച്ചാൽ മതി. അങ്ങനെയാണ് ഇതിൻ്റെ ആൻസർ tan inverse x minus tan inverse y എന്ന് എഴുതാം. ഓക്കെ ഓക്കെ, അപ്പോൾ ഇതിന് ആ മോഡലിൽ എഴുതാം. tan inverse x minus 1 by 1 plus xy നെ tan inverse x minus tan inverse y എന്ന് എഴുതാം. അപ്പോൾ ഇതിനെ 0 to 4 tan inverse x minus tan inverse 1 minus x എന്ന് എഴുതാം. ഓക്കെ, dx ഇതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടതിന് i എന്ന് കൊടുത്തു. ഞാൻ ക്വസ്റ്റ്യൻ i എന്ന് കൊടുത്തു. അപ്പോൾ ഇത് i ആണ്. ഇത് ഫസ്റ്റ് ഇക്വേഷൻ ആക്കി എടുത്തു. അടുത്ത i ക്വസ്റ്റ്യന് ചെറിയൊരു ചേഞ്ച് വരുത്തും, എന്നാലേ ഇത് പെട്ടെന്ന് ചെയ്യാൻ പറ്റുള്ളൂ. NCERTയിലെ ക്വസ്റ്റ്യൻ 0 to 4 അല്ല കേട്ടോ, 0 to 1 ആണ്. ഞാൻ കണ്ടോടുത്ത് പേച്ചതാണ്. 0 to 1 ആക്കണം കേട്ടോ ക്വസ്റ്റ്യൻ. 0 to 1 ആക്കണം, എന്നാലിത് ചെയ്താൽ കിട്ടുള്ളൂ. ഇതിൽ കുറേ ടൈം എടുക്കും. ഇതാണ് NCERTയിലെ ക്വസ്റ്റ്യൻ. 0 to 1 ആണ്. കണ്ടോടുത്ത് പേച്ചതാണ്. ഓക്കെ, 0 to 1 ക്വസ്റ്റ്യൻ 0 to 1 ആക്കാം. അടുത്തായി എങ്ങനെ കാണാം? ഇത് ഡെഫിനിറ്റ് ഇൻ്റഗ്രലാണ്. അടുത്തായി എങ്ങനെ കാണാം? ലോവർ പ്ലസ് അപ്പർ മൈനസ് എക്സ് എന്ന് കൊടുക്കുക. എക്സിന് 0 to 1 tan inverse 1 minus x tan inverse 1 minus of x in lower plus upper minus x 1 minus x dx. I 0 to 1 tan inverse 1 minus
1 മൈനസ് 1 ക്യാൻസൽ ചെയ്ത് മൈനസ് ഓഫ് മൈനസ് പ്ലസ്. അപ്പം ടാൻ ഇൻവേഴ്സ് എക്സ് ഡി എക്സ്. ഇത് ഇക്വേഷൻ 2 എന്ന് കൊടുക്കാം. ഓക്കെ, ഇനി ഇക്വേഷൻ 1ഉം ഇക്വേഷൻ 2ഉം ആഡ് ചെയ്യാം. 2i 0 to 1 tan inverse x tan inverse 1 minus x tan inverse 1 minus x tan inverse x dx. രണ്ട് ആഡ് ചെയ്താൽ ഇതാണ് വരിക. ടാൻ ഇൻവേഴ്സ് എക്സും മൈനസ് ടാൻ ഇൻവേഴ്സ് എക്സും മൈനസും പ്ലസും ക്യാൻസൽ ചെയ്യും. അപ്പം 2i 0 to 1 dx. സോറി 0 to 1 0 ക്യാൻസൽ ചെയ്താൽ 0 ആണ് വരിക. 0 dx. ഇപ്പം 2i 0ൻ്റെ ഇൻ്റഗ്രൽ 0. അപ്പോൾ i എന്ന് പറയുന്നത് 0 ആയിരിക്കും. അപ്പോൾ നമ്മളോട് ചോദിച്ചത് 0 to 1 tan inverse 2x minus 1 by 1 plus x minus s square dx. അതിൻ്റെ ആൻസർ 0 എന്നായിരിക്കും. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. അപ്പോൾ തന്ന ക്വസ്റ്റ്യൻ കഴിഞ്ഞ് കുറച്ചുകൂടി ക്വസ്റ്റ്യൻ ചെയ്തിട്ട് ഈ ചാപ്റ്റർ അങ്ങ് അവസാനിപ്പിക്കും. ഒരു 3-4 ക്വസ്റ്റ്യൻ കൂടി വേണമെങ്കിൽ നല്ലൊരു ക്വസ്റ്റ്യൻസ് ഒക്കെ എടുത്തിട്ട് ഈ ചാപ്റ്റർ അങ്ങ് അവസാനിപ്പിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ ഇൻ്റഗ്രൽ 0 to 1 x e raised to x dx. ഓക്കെ, 0 to 1 x into e raised to x dx. അപ്പോൾ ഇതിൻ്റെ ആൻസർ 0 to 1 x into e raised to x dx. പ്രൊഡക്റ്റ് റൂളാണ് അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ ഒരു രണ്ടെണ്ണത്തിൻ്റെ മൾട്ടിപ്പിൾ, ഇത് ഫസ്റ്റ് ഇത് സെക്കൻഡ്. അപ്പോൾ ഫസ്റ്റ് ഇൻറ്റു സെക്കൻഡ്. അപ്പോൾ രണ്ടെണ്ണത്തിന് മൾട്ടിപ്പിൾ ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ്. ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് അതിന് പറയുന്ന പേരാണ് പ്രൊഡക്റ്റ് റൂൾ പറഞ്ഞാൽ ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ്. ആണ് ഫസ്റ്റ് ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് മൈനസ് ഇൻ്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് എക്സിൻ്റെ ഡെറിവേറ്റീവ് 1 ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് ഇ റൈസ് ടു എക്സ് ഡി എക്സ്. ലിമിറ്റ് എന്തായിരുന്നു? 0 to 1. 0 to 1. അപ്പോൾ എക്സ് ഇ റൈസ് ടു എക്സ് 0 to 1. ഇ റൈസ് ടു എക്സിൻ്റെ ഇൻ്റഗ്രൽ ഇ റൈസ് ടു എക്സ് 0 to 1. അല്ലെങ്കിൽ മൊത്തം ഇൻ്റഗ്രൽ കണ്ടിട്ട് ലാസ്റ്റ് 0 to 1 കൊടുത്താലും മതി. 1 കൊടുത്താൽ 1 ഇൻറ്റു ഇ റൈസ് ടു 1 മൈനസ് 0 കൊടുത്താൽ 0. 1 കൊടുത്താൽ ഇ റൈസ് ടു 1 മൈനസ് ഇ റൈസ് ടു 0. സിമ്പിൾ ക്വസ്റ്റ്യൻ. ഇ മൈനസ് ഇ പ്ലസ് ഇ റൈസ് ടു 0 1. 1 ഈസ് ദ ആൻസർ. 1 ആണ് ഇതിൻ്റെ ആൻസർ വരിക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ ഇൻ്റഗ്രൽ എഫ് ഡാഷ് എക്സ് പ്ലസ് ബി ഇൻറ്റു എഫ് ഓഫ് എക്സ് പ്ലസ് ബി ഓൾ റൈസ് ടു എൻ ഡി എക്സ്. അപ്പോൾ ഇതിൻ്റെ ഡെറിവേറ്റീവ് ഇവിടെ ഉണ്ട്. അപ്പം നമുക്ക് ഇതാണ് ക്വസ്റ്റ്യൻ. ഇൻ്റഗ്രൽ എഫ് ഡാഷ് എക്സ് പ്ലസ് ബി ഇൻറ്റു എഫ് ഓഫ് എക്സ് പ്ലസ് ബി ഓൾ റൈസ് ടു എൻ ഡി എക്സ്. അപ്പോൾ എഫ് ഓഫ് എക്സ് പ്ലസ് ബിക്ക് ടി എന്ന് കൊടുത്താൽ അതിൻ്റെ ഡെറിവേറ്റീവ് എഫ് ഡാഷ് എക്സ് പ്ലസ് ബി ഇൻറ്റു എക്സ് പ്ലസ് ബിൻ്റെ ഡെറിവേറ്റീവ് എ
ഡി എക്സ് ഈക്വൽ ടു ഡി ടി. അതിൽ നിന്ന് എഫ് ഡാഷ് എ എക്സ് പ്ലസ് ബി ഡി എക്സ് ഈക്വൽ ടു ഡി ടി ബൈ എ എന്ന് വരും. അപ്പോൾ ഇൻ്റഗ്രൽ എന്തായിട്ട് മാറും? എഫ് ഡാഷ് എ എക്സ് പ്ലസ് ബി ഡി എക്സ്, ഇതിന് ടി റൈസ് ടു എൻ ഡി ടി ബൈ എ എന്ന് വരും. അപ്പോൾ 1/a, സിമ്പിൾ ക്വസ്റ്റ്യൻ, ടി റൈസ് ടു എൻ പ്ലസ് 1/n പ്ലസ് 1 പ്ലസ് സി. അപ്പോൾ 1/a ടി എന്ന് പറയുന്നത് എഫ് ഓഫ് എ എക്സ് പ്ലസ് ബി ഓൾ റൈസ് ടു എൻ പ്ലസ് 1, ടി എന്ന് പറയുന്നത് എഫ് ഓഫ് എക്സ് പ്ലസ് ബി ബൈ എൻ പ്ലസ് 1 പ്ലസ് സി എന്നായിരിക്കും റിക്വയർഡ് ആൻസർ വരിക. എഫ് ഓഫ് എ എക്സ് പ്ലസ് ബി ഓൾ റൈസ് ടു എൻ പ്ലസ് 1 ബൈ എൻ പ്ലസ് 1 പ്ലസ് സി. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇതോടുകൂടി ഇൻ്റഗ്രൽ എന്നുള്ള ചാപ്റ്റർ അവസാനിച്ചിരിക്കുന്നു. ഇതോടുകൂടി ഇൻ്റഗ്രൽ, അപ്പോൾ ഇൻ്റഗ്രൽ എന്നുള്ള ചാപ്റ്റർ ഇതോടുകൂടി തീർന്നിരിക്കുന്നു. ഇനി അടുത്ത ചാപ്റ്ററിലോട്ട് പോകാം. അപ്പോൾ ഡെഫിനിറ്റും ഇൻഡെഫിനിറ്റും അതിൻ്റെ എക്സ്ട്രാ ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതോടുകൂടി ഇൻ്റഗ്രൽ എന്നുള്ള ചാപ്റ്റർ അവസാനിച്ചിരിക്കുന്നു. ഇനി അടുത്ത ചാപ്റ്റർ തുടങ്ങും.